ഫെന്നി നയനാൻ അതിജീവിതയുമായി സംസാരിക്കുന്നതിന്റെ വാട്സപ്പ് ചാറ്റാണ് ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഫെന്നി തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നത്. ഇതിനുശേഷം രൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു അതിജീവിതയ്ക്ക് നേരെ വന്നത്. അതിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2024 തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ പീഡിപ്പിക്കുന്നത്. പിന്നീട് ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസത്തിൽ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഓഫീസിൽ വെച്ചല്ല, മറിച്ച് ഒരു ഫ്ളാറ്റിലോ മറ്റേതെങ്കിലും സ്വകാര്യ സ്ഥലത്തോ വെച്ച് കാണണമെന്നാണ് പറയുന്നത്. അത് എന്തിനാണ് എന്നുള്ളതായിരുന്നു ഉയർന്ന ചോദ്യവും അവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സൈബർ ആക്രമണത്തിന് കാരണമായത്. അതിനവർ പറയുന്ന വിശദീകരണം ഇങ്ങനെയാണ്: 2024 ശേഷം 2025 ഓഗസ്റ്റ് മാസത്തിലാണ് രാഹുലിനെ താൻ വീണ്ടും സംസാരിക്കുന്നത്. അത് രാഹുലിനെതിരെ നിരവധി പരാതികൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. രാഹുൽ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും അവർ ഗർഭിണിയാവുകയും ചെയ്തു, ആ സ്ത്രീ ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ് രാഹുലിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതെന്നാണ് പറയുന്നത്. കാരണം ഇതേ അതിജീവിതയോടും വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ ബലാത്സംഗം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നോട് മാത്രമായിരുന്നില്ല ബന്ധം, അല്ലേ, മറ്റുള്ള ആളുകളുമായി താങ്കൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടുമാണ് സംസാരിക്കുന്നത്. അതിന് രാഹുൽ പ്രതികരിക്കാതെ വന്നപ്പോഴാണ് ഫെന്നി നയനാനുമായി സംസാരിക്കുന്നത്. അപ്പോൾ ഫെന്നിയോട് സംസാരിക്കുന്ന സമയത്ത് രാഹുലാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഓഫീസിലേക്ക് വരുമെന്ന് പറയുന്നത്. തീർത്തും സ്വകാര്യമായ ഒരു സംഭാഷണമാണ്, ഒരു ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ അതിനൊരു പ്രൈവറ്റ് പ്ലേസ് വേണം, അത് ഫ്ലാറ്റ് ആണെങ്കിൽ ഫ്ലാറ്റ്, അവിടെ വെച്ച് സംസാരിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിൽ രാഹുലുമായി വീണ്ടും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനൊന്നുമല്ല. അങ്ങനെ അത്തരത്തിൽ പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഇവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ ഈ ഘട്ടത്തിൽ ഈ അറ്റവും മുറിയുമുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങൾ മാത്രമാണ് വന്നിരിക്കുന്നത്. ഇതല്ല ഇതിനകത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പോസ്റ്റ് നമ്മൾ കണ്ടതാണ്. ഒരു വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താണ് പറയുക, അത് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് കൂടിയായിരുന്നു അത് എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ വ്യക്തമാണ്. ഇന്നലെ ഫെനിയുടെ ഈ ഒരു പ്രവൃത്തി, ഈ ഒരു വാട്സാപ്പ് ചാറ്റ് പ്രചരിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് പുറത്തുവിടുന്ന ഒരു സാഹചര്യം, ഇതിൽ എന്തെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകാൻ അതിജീവിത ഉദ്ദേശിക്കുന്നുണ്ടോ? അതിജീവിത അതിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പരാതിയിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ സൈബർ പോലീസ് അതിജീവിതയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് അതിജീവിത നേരിടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അവർ പരാതിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്.